ചുമ്മാ ഉള്ള പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞാൽ ആരും ഈ വിവരമില്ലാത്തവരൊക്കെ ലൈക്ക് അടിക്കും, ഷെയർ അടിക്കും. പക്ഷെ നീ സന്തോഷിച്ചിരിക്കുമ്പം, അല്ല നിനക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ കൂടെ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ, അതിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ സ്ത്രീ ചിന്തിച്ചു. നമസ്കാരം. ചില ആൾക്കാർ എന്നോട് പറയും, നിനക്കെന്നാ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിനക്ക് പോസ്റ്റൊക്കെ ഇട്ട് നിനക്ക് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ, ചുമ്മാ ഉള്ള പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞാൽ ആരും ഈ വിവരമില്ലാത്തവരൊക്കെ ലൈക്ക് അടിക്കും, ഷെയർ അടിക്കും, കമൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കും. കാരണം ഇത് നമ്മൾ ഇതിന് പറയാനുള്ള പ്രധാന കാരണം വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടെന്ന് കാണുന്നത് ഇവർക്ക് ഭയങ്കര അസൂയാണ്, അല്ല കുശുമ്പാണ്. പല ആൾക്കാരുടെ ഒരു സത്യമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ പണ്ടവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, നീ ദുഃഖിച്ചിരിക്കുമ്പം നിൻ്റെ കൂടെ ദുഃഖിക്കാൻ 1000 ആൾക്കാർ എളുപ്പം ഉണ്ടാവും. പക്ഷെ നീ സന്തോഷിച്ചിരിക്കുമ്പം, അല്ല നിനക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ കൂടെ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ ആൾക്കാരിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. ചില ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന കാണാം. പക്ഷേ അവരുടെ റിയാലിറ്റിയിൽ, അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സംശയമുള്ള കാര്യം തന്നെയാണ്. ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടോ നിനക്കൊക്കെ എന്നാ, അതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം കൂടെയുള്ള ഒരാൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, നമുക്കൊരു ഫോളോവേഴ്സ് കൂടുന്നെന്നോ അല്ലെങ്കിൽ ഇതിൽ കാണുമ്പോൾ അവർക്കങ്ങ് ഭയങ്കര മാനസിക പ്രശ്നമാണ്. എന്നാൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് വയ്യതാണ്. നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നാഷണൽ ജിയോഗ്രാഫിയിലാണോ അതോ മറ്റേതോ ഒരു ഇൻ്റർനാഷണൽ ചാനലിലാണ് കണ്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വിദ്യാഭ്യാസം വളരെ കുറവുള്ള അല്ലെങ്കിൽ ചെറിയ പഠിത്തമുള്ള ഒരു സ്ത്രീ, അവർ അതിരാവിലെ എഴുന്നേറ്റ് പറമ്പിലൊക്കെ പോയി പോച്ചയും പുല്ലുമൊക്കെ പറിച്ച് ചെറിയ കെട്ടാക്കി വെക്കും. അതെല്ലാം കൊണ്ട് നനച്ച് വെള്ളത്തിൽ കൊണ്ട് കഴുകി അതെല്ലാം കെട്ടാക്കി വെക്കും. എന്നിട്ട് അവർക്കുള്ള ഒരു പശുവുണ്ട്, വലിയൊരു പശു. ആ പശുവിനെ കുളിപ്പിച്ച് അതിനെ കറക്കും. ആ കറന്ന് കിട്ടുന്ന പാൽ അവർ വിൽക്കും. എന്നിട്ട് അവർ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് ഈ പശുവിനെ അഴിച്ചുകൊണ്ട് ഈ പോച്ചയെല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ പശുവിനെ കെട്ടി നിർത്തും. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ടേബിളിൽ ഈ പോച്ച നിരത്തി വെച്ച് അവരോട് ഇരിക്കും. ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്ന പല ആൾക്കാരും തൊഴുത് കഴിഞ്ഞ് തിരിച്ചു വരുന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോച്ച, അതായത് ഇവർ രാവിലെ എഴുന്നേറ്റ് കട്ട് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്ന പോച്ച ഇവർക്ക് പൈസ കൊടുത്ത് ഇവരുടെ നിന്ന് മേടിച്ച് ഇവരുടെ വീട്ടിലുള്ള പശു അപ്പുറത്ത് കെട്ടി നിർത്തിയിരിക്കുന്ന പശുവിന് കൊണ്ടുവന്ന് ഇവർ കൊടുക്കും.